വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ ടർബോന്റെ സക്സസ് ടീസർ റിലീസ് ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഈ പെരുന്നാൾ തീരുന്നവരെ അവൻ ഇടുക്കിയിലെ കാണാൻ പാടില്ല. എന്നാടാ ജെറി, ബീവർഗസ് പുണ്യാളിന്റെ അല്ലേ പെരുന്നാള്? നാളെ പറ്റുന്ന കേട്ടാ ഉടനെ ഓടും. എൽമേ പാലുടക്കാൻ പാത്രം മേടിക്കും. ഇവനൊക്കെ ഇത് എവിടുന്ന് വരുന്നടാ? ഉമ്മാലടി ഓരോരുത്തന്മാരിവിടെ കരുതുന്ന ചീത്ത കളിക്കുന്നത്. ഇതെന്താടാ തീയ? എനിക്ക് കൊച്ചിന്റെ കാശൊന്നും വേണ്ട. ഞാനൊരു ഫോൺ വിളിച്ച് പറഞ്ഞാൽ ഗൂഗിളിൽ പൈസ വരും. അല്ല അയാൾ വേണ്ടെന്ന് പറഞ്ഞാൽ തിരിച്ചു നിൽക്കുവാണോ? ഒന്ന് നിർബന്ധിച്ച് നോക്കണ്ടേ? നിർബന്ധിച്ച് നോക്കി ഞാൻ വാങ്ങിക്കും. വീട്ടിലെന്നെ ഒരു ചോന്ത വെളിച്ചം. മാത്രം കുടിച്ചായോ? ഞാൻ ഒന്ന് ഇടപെടട്ടെ. ചെവ്വേ മോനെ ശരിക്കും ഉണ്ടല്ലോ, ഈ ഒരു ടീസർ കണ്ടപ്പോൾ എനിക്ക് ഒന്നുകൂടെ ശരിക്കും സിനിമ കാണാനായിട്ട് തോന്നാണ്. എന്ത് രസമാണെന്ന് അറിയാം. ഇതിനകത്ത് നമ്മുടെ മമ്മൂക്കയുടെ ഒരുപാട് സിനിമയിലുള്ള മമ്മൂക്കയുടെ ഒരുപാട് കോമഡി എലമെന്റ്സിന്റെ ഒക്കെ കുറച്ച് പോർഷൻസ് നമ്മളിപ്പോൾ ഈ ഒരു ടീസറിനകത്ത് കണ്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ അമ്മ അതൊക്കെ മെയിൻ പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ നമ്മളെ ചിരിപ്പിച്ചൊരു രംഗമാണ് മമ്മൂക്കയെ രണ്ട് സെക്യൂരിറ്റി ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നൊരു രംഗമുണ്ട് കേട്ടോ. ശരിക്കും നമ്മളത് അപ്പോഴത് പ്രതീക്ഷിക്കത്തില്ല, ആ ഒരു സീൻ അവിടെ പക്ഷെ അത് നല്ല രസമാണ്. നമ്മൾ ഒരുപാട് ചിരിക്കുക ആ ഒരു സീനൊക്കെ കണ്ടിട്ട്. അതിപ്പോൾ ഈ ഒരു ടീസറിനകത്ത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മമ്മൂക്ക ഇങ്ങനെ പൈസ ഹീറോയിൻ കൊടുക്കാൻ വേണ്ടിത്തേക്കും അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് അത് ആ ഒരു സീനുണ്ട്, നമുക്കത് കാണാൻ മനസ്സിലാവും. ആ ഒരു സീനുണ്ടല്ലോ ശരിക്കും നമ്മൾക്ക് എന്താ പറയാ, നമ്മൾ ചിരിച്ചു പോകും. മമ്മൂക്കയുടെ ആ ഒരു സ്ലാങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാ മമ്മൂക്ക ഈ മാത്തുക്കുട്ടി ചായോ എന്ന് വിളിക്കുന്ന ഒരു സ്ലാങ് ഉണ്ട്. എൻ്റെ അമ്മ ആ ഒരു വിളിയുണ്ടല്ലോ, ആ ഒരു ഡയലോഗ് ഡെലിവറി ഉണ്ടല്ലോ, എന്ത് രസാന്നറിയോ. മാത്തിക്കുട്ടി ചായോ, അത് ഭയങ്കര, എനിക്കത് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. നമുക്കത് കേൾക്കുമ്പോൾ എനിക്ക് ശരിക്കും ആ ഒരു സ്ലാങ്, ആ ഒരു ഡയലോഗ് ഡെലിവറി എൻ്റെ അമ്മ പറയാതിരിക്കാൻ ഭയങ്കര രസമുണ്ട്. മമ്മൂക്കയുടെ കുറേ കോമഡി സീൻസൊക്കെ നമ്മൾ ശരിക്കും നമ്മളൊന്ന് ചിരിച്ച് നമ്മൾ ഒട്ടും നമുക്കങ്ങനെ ആർട്ടിഫിഷ്യാലിറ്റി അങ്ങനെ ഒന്നും തോന്നില്ല. നമ്മൾ എന്താ പറയുക, ആ മനുഷ്യൻ്റെ ആ ഒരു അത് സിനിമ കാണുമ്പോഴേ അത് നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. എനിക്കത് എങ്ങനെ അത് എനിക്കത് പറയണം എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ശരിക്കും ഒരുപാട് ഞാൻ ചിരിച്ച് ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറേ നമ്മൾ സിനിമയിലെ കുറേ കോമഡി ഐറ്റംസിലൊക്കെ കുറച്ച് പോർഷൻസ് ഇപ്പോൾ ഈ ഒരു സീനകത്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അത്രയ്ക്ക് കിട്ടലാണ്. പിന്നെ അതുപോലെ തന്നെ സിനിമയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആ കാർ ചേസിങ് സീനുണ്ടല്ലോ, എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ലാത്ത കാർ ചേസിങ് ആണ്. ഇപ്പോൾ ഉറപ്പിച്ച് പറയാം, മലയാള സിനിമയിലെ ബെസ്റ്റ് കാർ ചേസിങ് സീൻസ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ടർബോയിലാണ്. അത്രയ്ക്കും കിടിലാണ്, അത്രയ്ക്കും കിടിലായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് കാർ ചേസിങ് സീൻസിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ ടർബോയുടെ കാർ ചേസിങ് കാണാനായിട്ട് പറ്റും. അത്രയ്ക്ക് കിട്ടിലാണ് കേട്ടോ. അതെനിക്ക് ആ ഒരു തിയേറ്ററിൽ ഇരുന്ന് നമ്മൾ ആ കാർ ചേസിങ് സീന് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് പറയാതിരിക്കാൻ വയ്യ. അതുപോലെ തന്നെയാണ് ഈ ഫോർഡ് എൻഡോവർ എന്നുള്ള വണ്ടി. എൻ്റെ അമ്മയെ നമ്മൾ ശരിക്കും അതിൻ്റെ ഫാനായി പോകും നമ്മൾ ആ കാർ ചേസിങ് സീനൊക്കെ കാണുമ്പോൾ. അത്രയ്ക്ക് രസമാണ്. ആ ഒരു തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ഉണ്ടാവുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അതൊരു പ്രത്യേക ഫീലാണ്. അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു വീഡിയോയിൽ മമ്മൂക്ക ഈ ചുറ്റിക വെച്ച് അടിക്കുന്ന ഒരു ഫൈറ്റ് സീൻ കാണിക്കുന്നുണ്ട്. അതിന് മുന്നേ മമ്മൂക്കയുടെ ഒരു ഫേസ് എക്സ്പ്രഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ അമ്മ എന്ത് രസമാണെന്നറിയോ, നമ്മള് അത് കാണേണ്ടുന്ന സാധനം തന്നെ. മമ്മൂക്ക കാണിക്കുന്ന കാണുമ്പോൾ ഭയങ്കര ഫണ്ണിയാണ്. അതുപോലെ മമ്മൂക്കയുടെ ആ ചുറ്റിക വെച്ചിട്ടുള്ള ആ ഒരു ഫൈറ്റും പോലീസ് സ്റ്റേഷനിലുള്ള ഫൈറ്റും മൊത്തത്തിൽ ഈ പടത്തിലെ ഫൈറ്റ്സ് എല്ലാം ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത ഫൈറ്റാണ്. എങ്കിലും ക്ലൈമാക്സിൽ വരുന്ന ഫൈറ്റാണ് ഇതിലൊക്കെ കിങ് സാധനം എന്ന് പറയുന്നത്. അത്രയ്ക്ക് കിട്ടലാണ്. നമ്മൾ ഈ കണ്ട ഫൈറ്റൊക്കെ ഒരു 72 വയസ്സുകാരൻ ചെയ്തിരിക്കുകയാണ്. എങ്ങനെ പറ്റണം മമ്മൂക്ക, ശരിക്കും പറയാൻ വാക്കുകളില്ല, നോ വേർഡ്സ്. അത്രയ്ക്ക് കിട്ടലാണ്. ഈ 72ാമത്തെ വയസ്സിലും ഇത്രയും എഫേർട്ട് എടുത്ത് പടം ചെയ്യുന്ന മറ്റൊരു സൂപ്പർ സ്റ്റാർ നമ്മുടെ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല, ഇനിയിട്ടുണ്ടാവത്തുമില്ല. അത്രയ്ക്കും അത് നമുക്ക് ആ മനുഷ്യൻ്റെ ആ സിനിമയോടുള്ള ഒരു ഇഷ്ടം, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡെഡിക്കേഷൻ
കാണിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ കേട്ടോ. അത് ആ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഒരു ഡെഡിക്കേഷൻ ലെവൽ എന്താണെന്നുള്ളത്. ഞാൻ കൂടുതലൊന്നും അതിനെപ്പറ്റി പറയുന്നില്ല. നിങ്ങൾ എന്തായാലും സിനിമ കാണുക. അതുപോലെ തന്നെ നമ്മുടെ മമ്മൂക്കയുടെയും ബിന്ദു പണിക്കരുടെ, അതിൻ്റെ കാര്യം ഞാൻ ഇടയ്ക്ക് പറയാനായിട്ട് വിട്ടുപോയി. മമ്മൂക്കയുടെയും ബിന്ദു പണിക്കരുടെ ആ ഒരു കോംബോ ഉണ്ട്, അതും പറയാതിരിക്കാൻ പറ്റത്തില്ല. അത് നിങ്ങൾ സിനിമ കണ്ട് തന്നെ കാണാം. ബിന്ദു പണിക്കരൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് കിട്ടിലാണ്. നമ്മൾ ഈ തിയേറ്ററിൽ പോയി കണ്ടില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നീട് നിങ്ങൾ ടി വിയിൽ കാണുമ്പോഴോ അല്ലെങ്കിൽ ഫോണിൽ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് ഭയങ്കര ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്യും. എന്നുവെച്ചാൽ തിയേറ്റർ എക്സ്പീരിയൻസ്, തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പടമാണ് ഈ ഞാൻ പറഞ്ഞില്ലേ ഈ കാർ ചേസിങ് സീൻസ് ഒക്കെ. അതെല്ലാം ഫൈറ്റ് സീൻസ് ആണെങ്കിൽ എല്ലാം തന്നെ നമ്മൾ ആ ഒരു തിയേറ്ററിൽ നിന്ന് ആ ഒരു ക്രൗഡിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളത് കാണുമ്പോൾ അത് ഒരു പ്രത്യേക ഒരു ഫീലും രോമാഞ്ചാണ്. നിങ്ങൾ എന്തായാലും അത് തിയേറ്ററിൽ തന്നെ പോയി തന്നെ കാണാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.